എനിക്കതറിയാം ശ്രീലക്ഷ്മി. രാജനന്ദിനിയിലേക്ക് തന്നെ ആകർഷിക്കുന്ന ഘടകം ആ മുറിയാണ്. തന്റെ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും കൊച്ചുവർത്തനം പറഞ്ഞ് നിൽക്കാതെ സാർ വേഗം റെഡിയായിട്ട് താഴേക്ക് വാ. ഞാൻ സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ശ്രീലക്ഷ്മി, താൻ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ടാ സർ? താമാടൂ. സർ, എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? തന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ നിന്ന് തനിക്ക് ലഭിക്കും ശ്രീലക്ഷ്മി. സർ? അതെ, എങ്കിലേ തന്റെ മനസ്സ് ശാന്തവും എനിക്ക് സമാധാനം കിട്ടൂ, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അയ്യോ സർ, ഞാൻ ഇപ്പോഴും ഈ മുറിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണെന്നാണോ സാർ വിചാരിക്കുന്നത്? നടന്നതൊക്കെ ഒരബദ്ധമായിട്ട് കണ്ട് മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസങ്ങളിൽ ഒന്ന് ഞാൻ സാറിന്റെ അനുവാദം ഇല്ലാതെ ഇതിനകത്ത് കയറിയ ദിവസം. ഇനി ഞാൻ ഈ മുറിയിൽ കയറുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലുമില്ല. സത്യ സാർ ഞാൻ ഈ പറയുന്നത്. അങ്ങനെയല്ല ശ്രീലക്ഷ്മി, താൻ അറിയാതെ തന്നെ തന്റെ മനസ്സിൽ രാജേന്ദ്രനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുന്നു. ആ ചിന്തകൾ കാരണം ചില സമയങ്ങളിൽ താൻ സ്വയം മറന്ന് പ്രവർത്തിക്കുന്നു. ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്റെ ശ്രീലക്ഷ്മിയായി തന്നെ ഇരിക്കണമെങ്കിൽ ഈ മുറി താൻ തുറന്നു കാണണം. തനിക്കും ഈ മുറിക്കുമിടയിൽ ഒരു സംശയത്തിന്റെ കണിക പോലും ഉണ്ടാകാൻ പാടില്ല. താൻ രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ അറിയണം. ഞാൻ പറഞ്ഞതിനപ്പുറം രാജേന്ദ്രൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ താൻ അറിയണം. രാജേന്ദ്രനെ കാണണമെന്നുള്ള ശ്രീലക്ഷ്മിയുടെ ആസക്തി മാറിയാൽ മനസ്സിലെ ആലോചനകളൊക്കെ ഒരുവിധം കൺട്രോളാവും. തുറന്നോളൂ ശ്രീലക്ഷ്മി. കൂടുതൽ ഒന്നും ഇനി ആലോചിക്കുന്നില്ല. വേണ്ട സർ, അത് വേണ്ട. രാജനന്ദിനി എന്ന വ്യക്തിയും ഈ മുറിയും എല്ലാം എന്റെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയാ. എന്റെ മനസ്സിലൊരു രാജനന്ദിനി ഉണ്ട്. ഈ റൂമിനകം എങ്ങനെയായിരിക്കും എന്നൊരു സങ്കല്പവും എനിക്കുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം. മാത്രല്ല, സാറ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ മുറി കയറിയപ്പോഴാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഞാനത് ആവർത്തിക്കുന്നത് ശരിയല്ല സർ. അങ്ങനെയല്ല ശ്രീലക്ഷ്മി. മുറി തുറന്നു കണ്ടാൽ തന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കുറെ ഉത്തരം കിട്ടും. അതോടെ തന്റെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. ഞാൻ ഈ മുറി കയറിയത് സാറിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ മുറിയെക്കുറിച്ചോ രാജനന്ദനെക്കുറിച്ചോ ഞാനിനി ചിന്തിക്കുക പോലുമില്ല. അത് ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യമാണ്. അങ്ങനെ ചിന്തകൾക്ക് കടിഞ്ഞാണിടണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വേണ്ട സർ, സാറിനെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇനി ഒരിക്കലും ഈ മുറിയെക്കുറിച്ച് ഓർക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ടാകരുതെന്ന എന്റെ പ്രാർത്ഥന. സർ വരൂ. എന്താ ശ്രീലക്ഷ്മി,
താനിവിടെ നിന്നുകളഞ്ഞ് ഇനി ഒരിക്കലും ഈ മുറിയിൽ കയറില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കായിരുന്നു ഞാൻ. താൻ പാടും. സരോജം ആ ഫോണിനെടുത്ത് നോക്കി ആരാണെന്ന്. ശ്രീടിച്ച മോളാ വിളിക്കുന്നത്. മോളോ? ഞാനിപ്പോ മോളോട് എന്ത് പറയും എന്റെ ഈശ്വര? നീ ആ ഫോണിനെടുത്ത് മോളോട് സംസാരിക്കേ. വിശേഷങ്ങളൊക്കെ തിരക്ക്. മോളെ ശ്രീലക്ഷ്മി. ആ അമ്മേ. മോളെ മോള് സുഖായിരിക്കുന്നോ? ആ സുഖായിട്ടിരിക്കുന്നു അമ്മേ. അമ്മ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചേ? എന്തേലും ജോലി ചെയ്യായിരുന്നോ? അതെ മോളെ, ഞാൻ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറി ഉണ്ടാക്കുമായിരുന്നു. അതെയോ? എന്ത് കറിയാ അമ്മ എന്ന് ഉണ്ടാക്കുന്നത്? അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു അമ്മ. പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് രവിസാറിനെയും കുട്ടി ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചോറും കറിയും എനിക്കിന്ന് വയറ് നിറയെ കഴിക്കണം. അച്ഛനോട് പറഞ്ഞേക്കണേ എങ്ങും പോരുതെന്ന്. അല്ല മോളെ, പെട്ടെന്ന് എന്താ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട്? അമ്മയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. അല്ല അതെന്താ? ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ പ്രത്യേക സമയം നോക്കണോ? അപ്പൊ നിങ്ങൾ എന്നെ ഒഴിവാക്കായിരുന്നു അല്ലേ? എന്റെ മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ ആ ഫോണിൽ തന്നെ. ആ മോളെ ശ്രീലക്ഷ്മി. അച്ഛാ. ഹാ അത് ശരി, അച്ഛൻ അടുത്തുണ്ടായിരുന്നു അല്ലേ? എന്താ മോളെ പെട്ടെന്ന് ഇങ്ങോട്ട്? രവി സാറിന് ഒരുപാട് തിരക്കുള്ളതല്ലേ? അച്ഛാ, ഞാൻ രവി സാറിനോട് വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു നമുക്ക് സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് പോവാന്ന്. ഞങ്ങള് വരുമ്പോ അച്ഛനമ്മയും വീട്ടിലില്ലെങ്കിലോ എന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. മോളെ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ. ഞാനും അമ്മയും അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മോളെ. ആണോ? സത്യമായിട്ടും? അച്ഛാ, ഞാനോർത്തു കഴിഞ്ഞ പ്രാവശ്യം അച്ഛനമ്മയും വന്നപ്പോ രേഖാമ്മയുടെ അങ്ങനെയൊക്കെ പെരുമാറിയതില് നിങ്ങൾക്ക് രണ്ടാൾക്കും വിഷമായി കാണുന്നു. അതാ ഞാനും രവി സാറും അങ്ങോട്ട് വരാന്ന് തീരുമാനിച്ചത്. എന്താ മോളെ പറയുന്നത്? മോള് ഫോൺ വെക്കേണ്ട താമസമേ ഉള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ. ഞങ്ങൾ പുറപ്പെടുകയാണ് കേട്ടോ. അല്ലച്ചാ, ഇങ്ങോട്ട് വരാണെങ്കിൽ പിന്നെ എന്തിനാ ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ വെക്കുന്നത്?
അച്ഛനിതെന്താ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തത്? ശ്രീടച്ചൻ എന്താ കരുതിയിരിക്കുന്നത്? വീട് വിറ്റ കാശ് കൊണ്ടുപോയി മോക്ക് കൊടുത്ത മോള് സന്തോഷിക്കുമെന്നോ? അച്ഛന് തോന്നുന്നുണ്ടോ രവിസാരി കാശ് വാങ്ങുമെന്ന്? അച്ഛനിപ്പോ അച്ഛന്റെ ആത്മാഭിമാനം മാത്രമാണ് വലുത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിയുന്ന നിമിഷം നമ്മുടെ മോൾ എന്തുമാത്രം വിഷമിക്കുമെന്ന് എനിക്കേ അറിയൂ. സരോജ, നമുക്കിറങ്ങാം. സരോജിനി ഇങ്ങോട്ട് പോകുന്നുണ്ട്. വാ, നമുക്ക് ചോദിച്ചിട്ട് വരാം. വാ. ചേച്ചി ഇങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? അത് നിനക്ക് മനസ്സിലായില്ലേ? അവിടെ രവിസാന്റെ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന് ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞു കാണും, അല്ലേ ചേച്ചി? എന്നാലും നമ്മളോടൊക്കെ ഒന്ന് പറയാമായിരുന്നു സരോജമ്മേ. അയ്യോ, ഞങ്ങളങ്ങനെ സ്ഥിരമായി നിൽക്കാൻ പോകുന്നൊന്നുമല്ല. കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ മോളും രവിസാറും നിർബന്ധിച്ചപ്പോ പോകാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഉചിതമായ തീരുമാനം. നിങ്ങൾക്കുള്ളത് ഒരേ ഒരു മോളല്ലേ? ദൈവത്തിനെ പോലെ ഒരു മരുമകനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സുദർശനും സരോജവും ഭാഗ്യം ചെയ്തവരാണ്. നമുക്കാർക്കും സ്വപ്നം കാണാനാവാത്ത ഭാഗ്യമല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പോയി നിങ്ങൾ മോളുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കേ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ, നിങ്ങളെ രണ്ടാളെയും സ്വന്തം അച്ഛനായും അമ്മയായും കണ്ട് സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടിയത് ഭാഗ്യം തന്നെയാണ്. സുദർശൻ ചേട്ടൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട് കാണാൻ വരണേ. അത്രയും വലിയ വീട്ടിൽ ചെന്ന് താമസിച്ചാ പിന്നെ കോളനിയിലെ വീട്ടിലേക്ക് വരാൻ തോന്നില്ല, അല്ലേ മുതച്ചേട്ടാ? അതെ അതെ, സുദർശനും സരോജത്തിനും അധിക നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം ഇങ്ങ് തിരിച്ചു വരും. നോക്കിക്കോ, ഇതല്ലേ അവരുടെ ലോകം. ശ്രീലക്ഷ്മി തിരക്കിന്ന് പറയണേ. വേഗം തിരിച്ചു വരണേ. എനിക്ക് തയ്യൽ പഠിപ്പിച്ചു തരാന്ന് വാക്ക് പറഞ്ഞതാ.
പത്മിനി വരുമ്പോ പറഞ്ഞേക്കണേ മോളെ, ആന്റി പോയിന്ന്. ശരി ആന്റി. സരോജൻ ചേച്ചി ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടാവില്ല. സരോജന്റിയുടെ മുഖം കണ്ടാ തോന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലാന്ന്. അത് പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നതിലുള്ള വിഷമം കൊണ്ടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. വാ നടക്ക്. സാർ ഇറങ്ങുകയാണോ? ആ അതെ. അല്ല, തനിതുവരെ റെഡി ആയില്ലേ? അത് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അതെന്താ പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റ്? നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? താനവരോട് പറഞ്ഞില്ലല്ലേ? അവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ശ്രീലക്ഷ്മി. ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സർ, പക്ഷേ അവർ കേൾക്കണ്ടേ? രവി, നീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണോ? സുദർശനും സരോജവും വരുന്നുണ്ടെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു. ഞാൻ പറയായിരുന്നമ്മേ, നമ്മൾ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. നല്ല കാര്യമല്ലേ അവര് വരുന്നത്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛന് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അവര് വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് പോലും ഞാൻ സംശയിച്ചു. നടന്നതൊന്നും മനസ്സിൽ വെക്കാതെ അവരായിട്ട് ഇങ്ങോട്ട് വരുന്നത് നല്ല കാര്യമല്ലേ മോനെ? സർ, സാറിന് എന്തെങ്കിലും അർജന്റ് വർക്ക് ഉണ്ടെങ്കിൽ സാറ് പുറപ്പെട്ടോളൂ. ഞാൻ അച്ഛനമ്മയും പോയതിനു ശേഷം ഓഫീസിലേക്ക് വരാം. ഏയ് നോ നോ നോ, ഞാൻ അവർ വന്നതിന് ശേഷം അറിഞ്ഞു. പിണക്കൊന്നും മനസ്സിൽ വെക്കാതെ അവർ വരുന്നതല്ലേ. അപ്പൊ അച്ഛനും അമ്മയും വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാകണം. ഇൻഫാക്ട് കഴിഞ്ഞ ദിവസം നടന്നതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛന് ചെറിയ വിഷമമെങ്കിലും ഉണ്ടായി കാണും. അത് മാറ്റാനായി എനിക്ക് അല്പനേരം അദ്ദേഹത്തിനോട് സംസാരിക്കണം. നീ പറഞ്ഞത് ശരിയാ രവി. നീ അവരോട് സംസാരിച്ചാൽ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും. ഞാൻ പോയി സുകന്യോട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറയാം. അന്നേ സമാധാനത്തോടെ അവർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇന്ന് ആ വിഷമം അങ്ങ് മാറട്ടെ. എന്താടോ പെട്ടെന്ന് മുഖം വല്ലതായത്? ഒന്നുമില്ല സർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. സാറിന്റെയും ഇവിടുത്തെ അമ്മയുടെ ഒക്കെ മുമ്പില് ഞാനും എന്റെ അച്ഛനും അമ്മയൊക്കെ എത്രയോ ചെറുതാണ്. എന്നിട്ട് നിങ്ങളൊക്കെ തരുന്ന സ്നേഹവും കരുതലും എത്രയോ വലുതാണ്. തന്റെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയും അങ്ങനൊന്നും ഇല്ലിനി. എല്ലാം നമ്മളുടെ രണ്ടാളുടെയാണ്.